സമയമാണ്. നമുക്ക് ഇന്ന് രണ്ട് കൊച്ചതിഥികളെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലും ഇവരെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുന്നതിന് മുൻപ് ഇവർ പാടിയ ഒരു ആൽബം കാണാം. ഈ ആൽബത്തിൽ പാടി അഭിനയിച്ച മെർലിനും ഏഞ്ചലിനുമാണ് നമുക്ക് അതിഥികളായി എത്തിയിരിക്കുന്നത്. രണ്ടുപേരും നന്നായി പാടി അഭിനയിച്ചിട്ടുമുണ്ട്. ആദ്യം മെർലിനാണ് ഈ പാട്ട് മെയിൻ ആയിട്ടുള്ള പാട്ട് വരുന്നത്. എങ്ങനെയാണ് ഈ ഒരു പാട്ട് അവസരം കിട്ടുന്നത്? അത് ഞങ്ങൾ ഇത് ആരാ ഈ ഒരു പാട്ടിലേക്ക് വരുന്നത്? നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ ഒരു പാട്ട് പാടാനൊരു? അത് ഞങ്ങളുടെ മമ്മി ഒരു പണ്ട് ഓൾ ഇന്ത്യ റേഡിയോ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ മമ്മി പാടി ഞങ്ങൾക്ക് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് വന്നത്. അപ്പോൾ ഏഞ്ചലിനെ കാര്യം പറയുകയാണെങ്കിൽ ഏഞ്ചൽ ഇതിലിപ്പോൾ കോറസ് പാടിയിരിക്കുകയാണ്, അല്ലാതെ സോളോ ഈ ആൽബത്തിൽ അലിവുള്ളവൻ എന്ന ഈ ഒരു ആൽബത്തിൽ സോളോ പാടിയിട്ടുണ്ട്. എത്ര സോളോ പാടിയിട്ടുണ്ട്? 2 സോളോ പാടിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു പാട്ടിലേക്ക്, അത് നിങ്ങൾ എങ്ങനെ ഈ ഒരു ആൽബത്തിലേക്ക് എത്തുന്നത്? ആൽബത്തിലേക്ക് എത്തിയ മ്യൂസിക് ഡയറക്ടർ സാം കടമനറ്റയാണ്. അപ്പോൾ സാം അങ്കിൾ കുവൈറ്റിലേക്ക് വന്നപ്പോൾ ഞങ്ങളൊരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടുപിട്ടി. ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ട്, ഒരു ആൽബം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അലിവുള്ള എന്നുള്ള ഡിസിഷനിലേക്ക് എത്തിയത്. സോ ഞങ്ങൾ അങ്ങനെ ഒരു ആൽബം ഇറക്കി. മെർലിൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇനി 8ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. ഈ ആൽബം ഇറങ്ങുന്ന സമയത്ത് 7ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ അല്ല, 5ാം ക്ലാസ്സിൽ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കണ്ടു, ആൽബം കണ്ടു, പാട്ട് കേട്ടു. എന്ത് പറഞ്ഞു എല്ലാവരും? എല്ലാവരും പറഞ്ഞു നല്ലതായിട്ട് പാടിയിട്ടുണ്ട്. പ്രോജക്റ്റ് എല്ലാം ലൈക്ക് വീഡിയോ എടുത്തതും എല്ലാം നല്ല രസമായിട്ടാണ്. മെർലിൻ ഈ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 8 വർഷമായിട്ട്. 8 വർഷമായി. ഏഞ്ചലിനും? ഞാൻ 2 വർഷമായിട്ട്. അപ്പോൾ ചേച്ചിയെ കണ്ടല്ല അനിയത്തിയെ കണ്ട് ചേച്ചിയാണോ? മെർലിൻ ഡാൻസിലായിരുന്നു, ഏഞ്ചലിൻ ഡാൻസിലാണ്. അതെ, ഞാൻ 11 വർഷം ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എല്ലാത്തിൻ്റെയും അരങ്ങേറ്റം കഴിഞ്ഞിട്ട്. എങ്ങനെയായൊരു നിങ്ങൾക്ക് രണ്ടുപേർക്കും സംഗീതത്തിലേക്കുള്ള ഒരു വരവും അതൊക്കെ എങ്ങനെയായിരുന്നു? അമ്മ തന്നെയാണോ? അമ്മ തന്നെയായിരുന്നു ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. മമ്മിയായിരുന്നു. പിന്നെ മമ്മി പാട്ട് പാടുന്നു. മമ്മി ഞങ്ങളെ ചെറുപ്പം പോലെ പാട്ട് പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു, ചെറുതായിട്ട് പാടിപ്പിക്കുമായിരുന്നു. പിന്നെ മമ്മി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളും പാട്ടിലേക്ക് ഇറങ്ങിയത്. ഇപ്പോഴും മമ്മി തന്നെയാണോ നിങ്ങൾക്ക് പ്രചോദനമായിട്ട് നിലനിൽക്കുന്നത്? പാട്ട് കേട്ടിട്ട് മമ്മി അഭിപ്രായം പറയും, വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. അങ്ങനെ ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. എവിടെ പഠിക്കുന്നതൊക്കെ? ഞാൻ പഠിക്കുന്ന കുവൈറ്റിലാണ്, കാർമൽ സ്കൂൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇവര് വിശേഷങ്ങളൊക്കെ കൂടുതൽ നമുക്ക് പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പാട്ടായിരിക്കും. നിങ്ങൾ രണ്ടുപേരും കൂടി പാടുന്നു ആദ്യം, അതോ സോളോ ആയിട്ടാണോ പാടുന്നത്? സോളോ ആയിട്ട്. ഓക്കെ, അപ്പോൾ മെർലിനിലേക്ക് തുടങ്ങാം അല്ലേ? ഞാൻ ആൽബത്തിൽ പാടിയ അലിവുള്ള ദൈവം എന്ന് പറഞ്ഞൊരു പാട്ട് നിങ്ങൾക്ക് പാടിയത്. അലിവുള്ള ദൈവം അടിയൻ്റെ ദൈവം, അകതാരിലെന്നും അണയുന്നു ദൈവം, അലിവോടെ എന്നെ കരുതുന്നു ദൈവം, അല്ലലില്ലാതെന്നെ കാക്കുന്നു ദൈവം, അലിവുള്ള ദൈവം അടിയൻ്റെ ദൈവം,
അകതാരിലെന്നും അണയുന്നു ദൈവം, അലിവോടെ എന്നെ കരുതുന്നു ദൈവം, അല്ലലില്ലാതെന്നെ കാക്കുന്നു ദൈവം. ഓ എൻ്റെ ദൈവമേ, പാരിൻ്റെ നാഥനേ, നീയാണു സത്യം, നീയാണു മാർഗം, നീയില്ലാതൊന്നും ഈ പാരിലില്ലേ. ഓ എൻ്റെ ദൈവമേ, പാരിൻ്റെ നാഥനേ, നീയാണു സത്യം, നീയാണു മാർഗം, നീയില്ലാതൊന്നും ഈ പാരിലില്ലേ. ഏഞ്ചലിൻ ഇപ്പോൾ 10 കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പാട്ട് പഠിക്കാനുള്ള ഒരു ആഗ്രഹം എപ്പോഴായിരുന്നു? ഈ മെർലിൻ പാടുന്നത് കണ്ടിട്ടായിരുന്നോ അതോ നേരത്തെ പാടുമായിരുന്നോ? നേരത്തെ ചെറുതായിട്ട് പാടുമായിരുന്നു, അത്ര വലിയ പാട്ട് പഠിക്കണം എന്ന്. എനിക്ക് ഡാൻസിൻ്റെ അടുത്തായിരുന്നു പാഷനായിട്ട്. അപ്പം മെർലിൻ പാടുന്നതായിട്ട് ഞാനും പതുക്കെ പാടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്കും മമ്മി പറഞ്ഞു നീയും നല്ലോണം പാടുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ പിന്നെ പാട്ടിലേക്ക് ഇറങ്ങിയതാണ്. കുവൈറ്റിൽ തന്നെയാണോ ഇതിന്റെ എല്ലാ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്? ഇനി ഏഞ്ചലിന്റെ ഒരു പാട്ടും കൂടി നമുക്ക് കേൾക്കാം, സോളോ ആയിട്ടുള്ളത്. ഞാൻ ഈ അലിവുള എന്നുള്ള ആൽബത്തിൽ തന്നെ ഞാൻ പാടിയൊരു സോള്, പരിപാലകനെ. പരിപാലകനെ പരനേ ദിനവും തരികവരങ്ങൾ കനിവായി, പരിപാലകനെ പരനേ ദിനവും തരികവരങ്ങൾ കനിവായി, പരമോന്നതനേ വരണേ ഹൃദയം പകരും ഞങ്ങളിൽ ലലിവായി, പരമോന്നതനേ വരണേ ഹൃദയം പകരും ഞങ്ങളിൽ ലലിവായി, പരിപാലകനെ പരനേ ദിനവും തരികവരങ്ങൾ കനിവായി. ഇപ്പോൾ വെക്കേഷനാണ് രണ്ടുപേർക്കും. അതെ, ഈസ്റ്റർ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി നാട്ടിലെത്തിയതാണ്. അതെ. ഇവിടെ വന്നപ്പോഴും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, അപ്പം നിങ്ങൾ അവിടെ പഠിച്ചിരുന്ന സമയത്താണ് ആൽബത്തിലേക്ക് വരുന്നതും പാട്ട് പാടുന്നതും ഒക്കെ. ഈ രണ്ടിടത്തും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? അത് എക്സൈറ്റിംഗ് ആയിരുന്നു ആക്ച്വലി. എല്ലാവരും പറഞ്ഞു നല്ലോണം പാടി, ഒരു ആൽബത്തിലൊക്കെ പാടുക എന്ന് വെച്ചാൽ എല്ലാവരും ഒത്തിരി കൺഗ്രാജുലേറ്റ് ചെയ്തു. സന്തോഷമായിരുന്നു എല്ലാവർക്കും, അവരുടെ അടുത്തുള്ള ഒരു സുഹൃത്ത് ആൾക്കാരൊക്കെ ഒരു ആൽബത്തിൽ പാടുകയെന്ന് വെച്ചാൽ. ഈ പാട്ടിൽ തന്നെ നിങ്ങൾ പല പരീക്ഷണങ്ങൾ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നടത്തുന്നുണ്ട്. അതെ. എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു? ഞങ്ങൾ കപ്പ് സോങ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കപ്പ് സോങ് ഞങ്ങൾ നമ്മുടെ ഇന്ത്യൻ ആന്തം ജനഗണമനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. പിന്നെ ഞങ്ങൾ അക്കപ്പല്ലേ ചെയ്തിട്ടുണ്ട്, അക്കപ്പല്ലേസ്. പിന്നെ ബീറ്റ് ബോക്സിങ് ചെയ്യും, ബീറ്റ് ബോക്സിങ് മെർലിൻ ചെയ്തിട്ട് ഞാൻ പാട്ട് പാടുക, അങ്ങനത്തെ കുറേ. അക്കപ്പല്ലേ വല്ലതും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അക്കപ്പല്ലേ ഞാൻ ഒരു ക്രിസ്മസ് സോങ് ഉണ്ട്, പെന്ററ്റോണിക്സ്. ആക്ച്വലി ഒറിജിനലി പെന്ററ്റോണിക്സ് ആണ് ചെയ്ത്, അത് ഞങ്ങൾ പഠിച്ചെടുത്തതാണ്. ഇപ്പൊ പാടാൻ പറ്റിയത് ഉണ്ടോ കയ്യില്? ഇപ്പം ഇത് പാടാം, ഈ പെന്ററ്റോണിക്സിന്റെ ക്രിസ്മസ് സോങ്. ഓക്കെ, എന്നാ അതൊന്ന് കേൾക്കാം. Parararam parararam parara parararam pam 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 parara parararam 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 pararam parararam pam 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 parara pararara. Hark how the bells, sweet to our bells, awesome to say, through cast away. Christmas is here, bringing good cheer to young and old, meek and the bold. Ding 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 dong, that is a song which of a ring, oh caroling. One seem to hear words of a cheer from everywhere, filling the air. Oh how they pound, raising the sound, oh healing day, telling the tale, killing the ring. Why people sing songs of good cheer? Christmas is here. Merry 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 Christmas, merry 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 Christmas. On they send, on without end, yeah. Jackal tone to every pool. Ding 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 dong, ding 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 dong, ding 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 dong, ding. ഒരു വേറിട്ട അനുഭവമായിരുന്നു അല്ലേ? അതെ അതെ. ഈ നാട്ടിലേക്ക് ഇടയ്ക്കൊക്കെ അവധിക്കാണോ വരാറുള്ളത്? അതെ. എവിടെയാണ് കൂടുതൽ ഇഷ്ടം? നാട്ടിൽ തങ്ങുന്നതാണോ അതോ കുവൈറ്റാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാടാണ് ഇഷ്ടം.
കുറച്ചും കൂടി ഫ്രഷ് എയറും, നമ്മൾ കുറച്ചും കൂടി ഓപ്പൺ ആണ്, ലൈവ്ലി ആണ്, പിന്നെ കുറച്ചും കൂടി പച്ചയൊക്കെ ഇവിടെയാണ്. വി പ്രിഫർ നാട്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഈ ഒരു പാട്ടും നൃത്തവും അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ പെയിന്റിങ്സ് ചെയ്യും. പെയിന്റിങ്, അതെ. പെയിന്റിങ്ങിൽ ആരെങ്കിലും ഇൻസ്പിറേഷൻ ആണോ അതോ? ഞങ്ങളുടെ ഫാദർ ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ എക്സിബിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളും പെയിന്റിങ് മാത്രമല്ല പെൻസിൽ ഷെയ്ഡിങ്സ്, ഡ്രോയിങ്സ് എല്ലാം ചെയ്യുന്നത്. അച്ഛന്റെ പെയിന്റിങ്, അമ്മയുടെ പാട്ട് ചേർന്നാണ് മക്കൾ. സ്കൂളിലൊക്കെ എങ്ങനെയാ ഇതിന്റെ ഒരു ബാൻഡോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ട്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ സംഗീതത്തിന് വേണ്ടിട്ടോ? സ്കൂളിൽ ഒരു ബാൻഡ് ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ അകത്ത് മെർലിൻ പാടുന്നുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ സ്കൂൾ കോമ്പറ്റീഷൻസിനൊക്കെ ഞങ്ങളെ ഒന്നിച്ച് വിട്ടിട്ടുണ്ട്, പ്രൈസും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുവൈറ്റിൽ ഞങ്ങളൊരു സ്വന്തം ട്രൂപ്പുണ്ട്, ഫ്രണ്ട്സ് ഓഫ് കുവൈറ്റ് എന്ന് പറഞ്ഞ്. ആ ട്രൂപ്പിൽ ഞങ്ങൾ പ്രോഗ്രാംസ്, അസോസിയേഷൻസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും. അതിൻ്റെ അകത്തിലെ ഫീമെയിൽ സിംഗേഴ്സ് ആണ് ഞങ്ങൾ. എത്ര കാലമായി ഇപ്പോൾ ഈ ഒരു ട്രൂപ്പിലൊക്കെ നിങ്ങൾ പാടാനൊക്കെ? ട്രൂപ്പിൽ പായിട്ട് 1 വർഷം. പിന്നെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാട്ട് പാടുമ്പോൾ ഏത് തരത്തിലുള്ള പാട്ടുകളാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഇപ്പോൾ ഇംഗ്ലീഷ് സോങ് പാടി, നിങ്ങൾ മലയാളം പാടി, ഇതിലിപ്പോൾ ഏതാ നിങ്ങൾക്ക് പാടാനായിട്ട് കൂടുതൽ താല്പര്യമുള്ളത്? ഞങ്ങൾക്ക് ആക്ച്വലി എല്ലാം കംഫർട്ടബിൾ ആണ്. ബിക്കോസ് നമ്മളൊരു ട്രൂപ്പിലാകുമ്പോൾ എല്ലാത്തരം പാട്ട് പാടേണ്ടി വരും. നമ്മൾ ഹിറ്റ്സ് പാടേണ്ടി വരും, മെലഡി പാടേണ്ടി വരും, ഫാസ്റ്റ് നമ്പേഴ്സ് എല്ലാം പാടുമ്പോൾ നമ്മൾ എല്ലാത്തിലും ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ല, എല്ലാം പാടാൻ ഇഷ്ടമാണ്. കുവൈറ്റിലാണ്, നാടുണ്ട് ഇവിടെ. ഈ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം മലയാളത്തോടുള്ള ഒരു സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചിലപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ സംസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് മലയാളത്തിന് വലിയ പ്രാധാന്യം നൽകാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെയുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒട്ടും തോന്നിയിട്ടില്ല. കാരണം ഞങ്ങളുടെ പപ്പയും മമ്മിയും ചെറുപ്പം പോലെ ഞങ്ങളെ മലയാളം പറയാനും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വായിക്കാനും എഴുതാനും അറിയാം മലയാളം. കുവൈറ്റ് ആയ ഒത്തിരി പേർക്ക് അത് അതിശയ, കുവൈറ്റിൽ നിന്ന് വരുന്ന പിള്ളേർക്ക് മലയാളം വായിക്കാനും എഴുതാനും ഒക്കെ അറിയാവുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് മലയാളം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ പാട്ട് പാടുന്നവർക്ക് ഇപ്പോൾ ചാനലുകളിലാണെങ്കിൽ റിയാലിറ്റി ഷോകളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. കുവൈറ്റിൽ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ അവിടെ ജനിച്ചു വളർന്ന കുട്ടികളായതുകൊണ്ട് ഇപ്പോൾ അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് അവസരങ്ങളൊക്കെ? ഇവിടുത്തെ അപേക്ഷിച്ച് കൂടുതലുണ്ടോ കുറവാണോ? അവിടെ കുറവാണ്. ഇവിടെ വെച്ച് നോക്കുമ്പോൾ അവിടെ കുറവാണ്. കാരണം അവിടെ റിയാലിറ്റി ഷോസ് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഈ കിട്ടുന്ന പ്രോഗ്രാംസും അത്രയേ ഉള്ളൂ. പിന്നെ സ്കൂൾ കോമ്പറ്റീഷൻസിന് പോകുന്ന ആക്ച്വലി കുറവാണ് അവിടെ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ നാട്ടിലേക്ക് വന്നിട്ട് പാട്ടിലൊക്കെ കുറച്ചും കൂടി അങ്ങനെ വരാനുള്ള ഒരു ഇതുണ്ടോ, അങ്ങനെ വരണം എന്നുണ്ടോ? അതെ, ഒബ്വിയസ്ലി ഞങ്ങൾക്ക് വരണമെന്നുണ്ട്. ഒരു മലയാള ഗാനം കൂടി പഠിപ്പിച്ചാലോ? സിനിമ ഗാനങ്ങള് പാടും. ഒരു പാട്ട് സിനിമ ഗാനം പാട്ടിൽ ഞാൻ പാട്ടിൽ പാടി. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചോടി രാവുറങ്ങിയില്ലേ, എൻ നെഞ്ചിലോറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. നന്നായി പാടിയിട്ടുണ്ട്. ഇനി ഈ ആൽബം പറഞ്ഞു ആലിവുള്ളവൻ, ഇതല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ആൽബത്തിൽ പാടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഒരു പ്ലാൻ ഉണ്ട്. ഈ വർഷം മോസ്റ്റ് പ്രോബബ്ലി ആയിരിക്കും, ഇഫ് ഗോഡ് വില്ലിംഗ്, ഒരു ആൽബം ചെയ്യാനുണ്ട്. ഏതെങ്കിലും ഒരു ഫേമസ് മ്യൂസിക് ഡയറക്ടറിനെ. നോട്ട് യെറ്റ് ഫൈനലൈസ്, ബട്ട് സ്റ്റിൽ നോക്കുന്നുണ്ട്. അത് എങ്ങനെ രണ്ടുപേരും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് മുൻപ് ഈ ഒരു ആൽബത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ വേറെ എങ്ങനെയായിരുന്നു, വേറെ എന്തെങ്കിലും പാടിയിട്ടുണ്ടോ, വല്ല ചാനൽസ് ഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ പാട്ട് ചെയ്തിട്ടില്ല, ബട്ട് മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻസേഷൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സൂര്യ TV-യിലുള്ള, അതിൻ്റെ അകത്ത് ഞങ്ങൾ രണ്ടുപേരും മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പാട്ട് പഠിക്കുന്ന രണ്ടുപേരും ഒരാളുടെ കീഴിലാണ് പാട്ട് പഠിക്കുന്നത് ഇപ്പോൾ? അതെ, ഞങ്ങളിപ്പം ശ്രീകുമാർ സർ എന്ന് പറഞ്ഞ അവിടെ തന്നെയുള്ളതാണ്. അവിടെ തന്നെയുള്ള ഞങ്ങളുടെ ട്രൂപ്പിലുള്ളതാണ്. ഇപ്പോൾ അതിന് ഏതൊക്കെ ഘട്ടം എത്തി നിങ്ങളുടെ ഈ ഒരു പാട്ട് പഠിക്കുന്നതൊക്കെ? ഞങ്ങളിപ്പം ആക്ച്വലി ഗീതത്തിലെത്തി. ഗീതം ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെർലിൻ ആക്ച്വലി കീർത്തനം തീർത്തതാണ്. അതിലിപ്പോൾ നമുക്ക് സംഗീതത്തിന് ആ ലെവലിലുള്ള ഒരു പാട്ട് പാടാൻ പറ്റുമോ? കീർത്തനോ ഏതെങ്കിലും? പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും
വളരെയധികം നന്ദി രണ്ടുപേരും മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയതിന്. എന്തായാലും നല്ല ഉയരങ്ങളിൽ എത്തട്ടെ രണ്ടുപേരും, പാട്ടിലും നൃത്തത്തിലും ഒപ്പം പെയിന്റിങ്ങിലും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വർഷം ഇറക്കാൻ കഴിയും എന്ന് ആഗ്രഹിക്കുന്ന ആൽബം അതിലേക്ക് പോകാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. മോർണിംഗ് റിപ്പോർട്ടറിൽ ഇനിയൊരു ഇടവേള.